ഹായ്, അബൂരിക്കോളാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാതൃഭൂമിയിൽ കണ്ട ഒരു വാർത്ത. രോഗം ബാധിച്ചലഞ്ഞ തെരുവ് നായയുടെ രക്ഷകനായി സുരേഷ് ഗോപി, അടിയന്തര ശസ്ത്രക്രിയ. ഈ വാർത്ത കണ്ട സമയത്ത് പെട്ടെന്ന് നന്മമരം സുരേഷ് ഗോപിയെ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നന്മയില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു തെരുവ് നായയുടെ രക്ഷകനാവുകയാണ്. ഈ വാർത്ത കണ്ടപ്പോൾ എനിക്കത് ഈ സംഭവം എന്താണ് എന്നറിയാൻ വല്ലാത്തൊരു ആകാംക്ഷ തോന്നി. ഞാൻ വിചാരിച്ചത് സുരേഷ് ഗോപി സാറ് പോകുന്ന വഴിയിൽ ഒരു തെരുവ് നായയെ കണ്ടു, വലിയ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന. ആ സമയത്ത് അങ്ങേര് ആ തെരുവ് നായയെ തൻ്റെ വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയയൊക്കെ നടത്താനുള്ള ഇടപെടൽ അങ്ങനെ വല്ലതും നടത്തി, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് ഒരു തെരുവ് നായയെ ഇതുപോലെ രക്ഷിച്ചു, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. സാധാരണഗതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ വാർത്തയാവാറുണ്ട്. പക്ഷെ സംഭവം വാർത്തയുടെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് കാര്യം മനസ്സിലായത്. സംഭവം നടക്കുന്നത് പാനൂരിലാണ്. ഗർഭാശയം പുറത്തായ നിലയിൽ നാട്ടുകാർക്ക് നൊമ്പരക്കാഴ്ചയായ തെരുവ് നായയുടെ ചികിത്സക്കായി ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നായയെ കണ്ണൂരിൽ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ ഇതിൽ ഇടപെട്ടിട്ടേ ഉള്ളൂ. നേരിട്ട് അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തിയല്ല. ഒരു തെരുവുനായ, പ്രയാസം അനുഭവിക്കുന്ന ഒരു തെരുവുനായ പാനൂരുണ്ട് എന്ന് സുരേഷ് ഗോപി സാർ അറിയുന്നു. അങ്ങനെ സുരേഷ് ഗോപി സാറിനെ ഇത് അറിയിക്കുന്നത് സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരത് ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സംഘപരിവാറുകാരിയുടെ പ്രൊഫൈലിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവരത് സുരേഷ് ഗോപി സാറിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ സുരേഷ് ഗോപി സാറ് സിന്ധുവിനെ വിളിക്കുന്നു. വിളിച്ചിട്ട് ഈ നായയുടെ ചികിത്സക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യാം, നിങ്ങൾ അതിനെ പിടിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇതാണ് കഥ. സംഭവം എന്തായാലും വാർത്ത ഒറ്റയടിക്ക് കാണുന്ന സമയത്ത് സുരേഷ് ഗോപി സാറ് നേരിട്ട് കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് തോന്നുക. എന്തോ ആട്ടെ, എന്തായാലും ഒരു നായയെ രക്ഷിക്കാൻ വേണ്ടി, ഒരു തെരുവ് നായയെ രക്ഷിക്കാൻ വേണ്ടി, രോഗിയായ ഒരു തെരുവ് നായയെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ട സുരേഷ് ഗോപി സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. വല്ലാത്ത നന്മ തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോ ഒരു കേന്ദ്രമന്ത്രിക്ക് ചെയ്യാൻ മാത്രമുള്ള പണിയുണ്ടോ? കേന്ദ്രമന്ത്രി ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഒരു ഫോണൊക്കെ വിളിച്ച് ചികിത്സാ ചെലവൊക്കെ ഞാൻ തരാം, ആ തെരുവ് നായയെ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളൂ, അതിന്റെ ചികിത്സയൊക്കെ ചെയ്തോളൂ, ഇതൊക്കെ നാട്ടുകാർക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്തോ ആട്ടെ, സുരേഷ് ഗോപി സാർ ഇടപെട്ടല്ലോ. അങ്ങേരെ ഇടപെട്ടപ്പോഴെങ്കിലും ആ നാട്ടുകാർ അത് ചെയ്തല്ലോ. അങ്ങനെയുണ്ടല്ലോ. എന്തായാലും ആ തെരുവ് നായ രക്ഷപ്പെട്ടല്ലോ, അത് വലിയ കാര്യം, വലിയ സന്തോഷമുള്ള വാർത്ത. പക്ഷെ ഒരു കേന്ദ്രമന്ത്രിയുടെ പണിയുണ്ട്. ഇതൊന്നും കേന്ദ്രമന്ത്രി ചെയ്യേണ്ടാത്ത പണിയാണ് എന്നല്ല, ഇതൊക്കെ ചെയ്യാം. തെരുവ് നായക്ക് വേണ്ടി ഇടപെടാം. തെരുവ് നായയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്ന വഴിയിൽ വല്ല തെരുവ് നായകളെയും, വല്ല അസുഖം ബാധിച്ച തെരുവ് നായകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ തെരുവ് നായകളെ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെവിടെ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ബജറ്റ് പ്രഖ്യാപനം വന്ന സമയത്ത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഒക്കെ വാരിക്കോരി കൊടുത്ത കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വട്ടപൂജ്യം തന്നപ്പോ, കേരളത്തെ അവഗണിച്ചപ്പോ ഈ കേന്ദ്രമന്ത്രി എവിടെയായിരുന്നു? വയനാട് ദുരന്തം നടന്നിട്ട് എത്ര ദിവസമായി? 2 ദിവസം മുന്നേ ഒരു വ്യാജ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന്. അത് ഇപ്പോഴും വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു ശവസംസ്കാരത്തിന് 75,000 ചെലവാക്കി എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിന് ആവശ്യമായ സഹായം ലഭിക്കാൻ SDRFന്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയ ഒരു എസ്റ്റിമേറ്റ്, ആ എസ്റ്റിമേറ്റ് അല്ലേ കേരള സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പ്രചരിപ്പിച്ചത്? മാധ്യമങ്ങളൊക്കെ തിരുത്തിയെങ്കിലും അത് ഏറ്റുപിടിച്ച നമ്മുടെ നാട്ടിലെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർ ഇപ്പോഴും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ദിവസം ഇത്രയായിട്ടും വല്ല സഹായവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയോ? ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 500-ലധികം വരുന്ന മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ മഹാദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല ഇടപെടലും ഈ കേന്ദ്രമന്ത്രി നടത്തിയോ? കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപയുടെ സഹായം കിട്ടാൻ ചോദിക്കുമ്പോഴൊക്കെ എന്താ പറയും? നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുന്നു. അതിനാണോ അയാളെ കേന്ദ്രമന്ത്രിയാക്കിയത്? ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ.
അക്കാര്യത്തിലൊന്നും യാതൊരു നിലപാടുമില്ല. എത്രത്തോളമാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത്? 40-ലധികം ആളുകൾ മരിച്ചുപോയ ആന്ധ്രാപ്രദേശിന് 3600 കോടി രൂപ കൊടുത്തു. എന്തേ വയനാടിന് ഒരു രൂപ തരാത്തത്? അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ല. എന്നിട്ട് ഇവിടെ പെരുപ്പിച്ച കണക്ക് കൊടുത്തു. കഴിഞ്ഞ ദിവസം VD സതീശനൊക്കെ വിളിച്ചു പറയാണ്, പെരുപ്പിച്ച കണക്ക് കൊടുത്താൽ കേന്ദ്രം ഒരു സഹായവും തരൂലാണ്. എന്നാ ചെങ്ങൈമാരെ, ഇതിനു മുമ്പ് കൊടുത്ത കണക്കുകളുടെയൊക്കെ സ്ഥിതി എന്താണ്? ഇനിയിപ്പോ ഈ കൊടുത്ത കണക്ക് പ്രകാരം കിട്ടിയാൽ തീരുന്നതാണോ വയനാട്ടിലെ പ്രശ്നങ്ങൾ? ഇതൊന്നും ആലോചിക്കേണ്ടതില്ല. എങ്ങനെയെങ്കിലും ഈ ദുരന്തമുഖത്ത് ഈ നാടിനെ തകർക്കണം, ഈ നാടിന് കിട്ടാൻ പോകുന്ന സഹായത്തെ ഇല്ലാതാക്കണം. ഇതല്ലേ ഇക്കൂട്ടരുടെ ചിന്ത? എങ്ങനെയെങ്കിലും ഇടതുപക്ഷം ഭരിക്കുന്ന ഈ നാടിനെ അങ്ങ് തകർക്കണം, ഈ സർക്കാർ വന്നിട്ട് ആളുകളുടെ മുന്നിൽ അങ്ങ് മോശമാക്കണം. അതിനു വേണ്ടിയല്ലേ ഈ പണിയൊക്കെ എടുക്കുന്നത്? ഈ കാലം വരെ ഈ നാടനുഭവിച്ച ദുരന്തമുഖത്ത് കേന്ദ്ര ഗവൺമെന്റിനോട് സഹായം അഭ്യർത്ഥിച്ചപ്പോ എന്താ സ്ഥിതി? കൃത്യമായി തന്നെ പറയുന്നുണ്ട് റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ. ഇന്നലെ മാധ്യമങ്ങളൊക്കെ കണ്ട മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്ന പ്രപ്പോസൽ അത് ക്ലെയിമാണ്. ആ ക്ലെയിം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ ആ ചരിത്രം പരിശോധിച്ചിരുന്നോ? നമ്മൾ എത്ര ക്ലെയിം ചെയ്തു? നമ്മൾ 2018-17 217 കോടി രൂപയാണ് പ്രളയകാലത്ത് ക്ലെയിം ചെയ്തത്. കിട്ടിയത് എത്രയാ? 70 കോടി. പിന്നെന്ത് ചെയ്തു? എയർഫോഴ്സ് വന്ന് 102 കോടി രൂപ കൂടി അധികം ചെലവിട്ടു ദുരിതാശ്വാസത്തിന്. അധികം ക്ലെയിം ചെയ്തു നമ്മളുടെ അടുത്ത് നിന്ന്. 217 കോടിയുടെ ക്ലെയിം നമ്മൾ കൊടുത്തപ്പോൾ കിട്ടിയത് 70 കോടി. അത് കഴിഞ്ഞാൽ 102 കോടി നമ്മുടെ കയ്യിൽ നിന്ന് എയർഫോഴ്സും കൊണ്ടുപോയി. ഓഖിയുടെ സമയത്ത് 413 കോടി ക്ലെയിം ചെയ്തു, കിട്ടിയത് 113 കോടി. കവളപ്പാറ പുത്തുമല ദുരന്തമുണ്ടായപ്പോ കേരളം ക്ലെയിം ചെയ്തത് 2012 കോടി. നമുക്ക് ആ കിട്ടിയതോ 0 കോടി, 1 രൂപ കിട്ടിയില്ല. 2012 വരൾച്ചാ കാലത്ത് 19,000 കോടി നമ്മൾ ക്ലെയിം ചെയ്തു, കിട്ടിയത് 100 കോടി. ഇതാണ് കണക്ക്. അപ്പോൾ നമ്മൾ 3000 കോടിയെങ്കിലും ക്ലെയിം ചെയ്തില്ലെങ്കിൽ 1000 കോടി എങ്ങനെ കിട്ടുമെന്നതാണ് ചോദ്യം. പണം വേണ്ടേ ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ? TP ജയചന്ദ്രൻ, അതെവിടെ? ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഇതാണ് അവസ്ഥ. കടുത്ത അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും ഒരു അക്ഷരം ഈ സുരേഷ് ഗോപി സാറിന് പറയാനില്ല. വലിയ നന്മമരമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുക. എന്നിട്ടും മാതൃഭൂമിയുടെ ആദ്യത്തെ വാർത്ത കണ്ടപ്പോഴേ ഞാൻ ആദ്യം കാണിച്ചല്ലോ, സംഗതി അങ്ങേര് ചെയ്തതൊക്കെ നല്ല കാര്യം, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെ ചെയ്യുന്നു? എന്നിട്ട് മാതൃഭൂമിയൊക്കെ ജന്മഭൂമിയേക്കാൾ അധപതിച്ച് ഇയാളെ നന്മമരമാക്കാൻ, ആളുകൾക്കിടയിൽ ഇയാളെന്തോ വലിയ പുണ്യാളനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും സംഗതി മൂപ്പര് പോകുന്ന വഴിയിൽ നിന്ന് ഒരു തെരുവ് നായെ രക്ഷിച്ച് അങ്ങേരുടെ വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് കൊണ്ടുപോയി. അങ്ങനെയാണെന്നെങ്കിലും വിചാരിച്ചു ഞാൻ. അതുമല്ല, ഇങ്ങനെ ഫോൺ വിളിച്ചിടപെട്ടതാണത്രേ. ചെലവ് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അതിനാണ് ഇമാതിരി വാർത്തയൊക്കെ അടിച്ചിറക്കിയിട്ട് വരുന്നത്. കൊള്ളാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.